നമ്മൾ നല്ല അടിപൊളിയായിട്ട് വിത്ത് കിളിപ്പിച്ചതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. ദേ നമ്മളത് വിതയ്ക്കാനായിട്ട് പാടത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിത്തൊക്കെ വിതയ്ക്കുന്ന ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നമ്മൾ ഉഴിച്ച് വെള്ളം വറ്റിച്ച് അതിൽ കളയെല്ലാം കളഞ്ഞ് വാച്ചാലൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കിയിരുന്ന പാടം ഇപ്പോൾ ഇതേപോലെ വീണ്ടും നിറച്ചും പുല്ലൊക്കെ കയറിയിട്ട് ഇരിക്കുകയാണ്. വാച്ചാലൊക്കെ വെട്ടിയിട്ട് കുറേ മൂടിപ്പോയി വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാൻ കൈകൊണ്ട് തളിച്ച് കൊടുത്തു. അപ്പോൾ നമ്മളിനി ആദ്യം നമ്മൾ ആ പുല്ലിൻ്റെ മേളിലേക്ക് മരുന്നടിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വിതയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലിനേക്കാളും മേലെ ആ പുല്ലങ്ങ് കയറി വളരും. പിന്നെ നമുക്ക് നെല്ലിന് വളമൊന്നും കിട്ടില്ല. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ മരുന്നൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ചേട്ടൻ വിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങറ്റത്തുനിന്ന് നമ്മൾ വിത തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 50 സെൻറ്റാണുള്ളത്. അപ്പോൾ ഈ 50 സെൻറ്റ് വെച്ച് തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ പരിപാടിയൊക്കെ കഴിയും. മരുന്നടിക്കലും കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ തന്നെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഈ വിതയ്ക്കാനായിട്ട് ചേട്ടൻ വന്നുകൊണ്ട് ചേട്ടനെ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യിച്ചെന്ന് മാത്രം. നെല്ല് വിതയ്ക്കലും വളന്തൂകലും ഒക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ചെയ്യുന്നതെങ്കിൽ വിചാരിച്ചാൽ അത് നല്ല അടിപൊളി പണിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ അവസാനത്തെ വിളവിനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മൾ പൈസ ലാഭിക്കാൻ നോക്കി ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളയിടുന്നതും വിതപ്പിക്കുന്നതും ഇതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറേ പരിപാടികളുണ്ട്. പറിച്ച് നടണം, 1-ാം വളം ഇടണം, 2-ാം വളം ഇടണം, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.